ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ ഹായ്. ഒന്ന് ഹായ് പറഞ്ഞ എല്ലാവരും കൈ ഉയർത്ത്. ഹായ്. ഒരു ഹലോ പറഞ്ഞ സിസ്റ്റർക്ക് ഹലോ. ഒന്ന് ചിരിച്ചു കാണിച്ചേ. എന്താ വേദപാഠ ക്ലാസ് ഇഷ്ടമില്ലേ? സുന്ദര കുട്ടന്മാർ, നല്ല സുന്ദരി കുട്ടികൾ, നല്ല പൊട്ട് തൊട്ട് കണ്ണെഴുതി മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സുഖമാണ് എല്ലാവർക്കും. പപ്പ എന്തിയേ, അമ്മ എന്തിയേ? എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ചക്കര മുത്തം കൊടുത്തേ. വെരി ഗുഡ്, നന്നായിരിക്കുന്നു. സിസ്റ്ററിന് നിങ്ങളെല്ലാവരെയും ഇഷ്ടമായി. തെരേസ കുട്ടി ഒന്ന് കൈവീശിക്കേ. ഹായ്. എലിസബത്ത് ഉണ്ട്, മാത്തുക്കുട്ടിയുണ്ട്. അതാരാ അവിടെ ഇരിക്കുന്നത്? ഹായ്. ജോസൂട്ടനുണ്ട്. ടാറ്റാ. ഹായ്. സന്തോഷമായി. ഇനി സിസ്റ്റർക്കൊരു സ്തുതിയല്ലാവോ എല്ലാവരും കൂടി? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉറക്കെ ചെല്ല്. വെരി ഗുഡ്. നല്ല സ്വരത്തിൽ നല്ല മിടുക്കരായിട്ട് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എല്ലാവരെയും ഒന്ന് വിളിക്കട്ടെ. വിളി കേൾക്കുവോ? വാങ്കോ വാങ്കോ. ചിരിക്കുവാ? ഞാൻ കണ്ട് എഴുന്നേറ്റ് നിൽക്കേ. എന്നിട്ട് വാങ്കോ 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 യേശുവുക്ക് പാട്ടു പാടലാ, നാമോ എല്ലാം കൈകൾ കൊട്ടി ആട്ട് ആടലാ. എങ്ങനെയുണ്ട്? എന്തെന്നാ സിസ്റ്റർ വിളിച്ചേ? വാങ്കോ. ഈശോയുടെ കുഞ്ഞുമക്കളെല്ലാവരും ഓടി വാന്ന് ചിരിച്ചോണ്ടെന്ന് ഓടി വന്നേ. ഹായ്. വെരി ഗുഡ്. വിളിക്കുന്നു. വാങ്കോ 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 യേശുവുക്ക് പാട്ടു പാടലാ, നാമോ എല്ലാം കൈകൾ കൊട്ടി ആട്ട് ആടലാ, നാം എല്ലാം കൈകൾ കൊട്ടി ആട്ട് ആടലാ. കുഞ്ഞുമക്കളെ, സുന്ദരി കുട്ടികളെ, സുന്ദര കുട്ടന്മാരെ, എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കുരിശ് വരയ്ക്കാൻ അറിയാവോ നിങ്ങൾക്ക്? അറിയാം. ആര് പഠിപ്പിച്ചു തന്നേ? ഹായ്. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാവോ? എന്നാൽ നമുക്കൊന്ന് ചേർന്ന് വരയ്ക്കാം. ഇടത്ത് കൈ എവിടെ വെക്കുക? ശരി തന്നെ, ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഇനി വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ഒച്ചത്തി പറഞ്ഞു. ഇനി എല്ലാവരും കൂടി ഇരിക്കുക. ഇരുന്നോ, എല്ലാവരും ഇരുന്നോ. പപ്പയോട് ഇരുന്നോളും. പപ്പ, അമ്മ മക്കളുടെ അടുത്തൊന്നും ഇരിക്കണം കേട്ടോ. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് കൂട്ടുകാർക്ക് എന്താ പേടിയാണോ? വേണ്ട, സിസ്റ്റർ ഒന്നും ചെയ്യില്ല. സിസ്റ്ററിന് നിങ്ങളെ ഒത്തിരി 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 ഇഷ്ടമാണ്. സിസ്റ്ററിനൊരു ഹായ് പറഞ്ഞു ഒന്നുകൂടി. ഹായ്. ഒന്ന് കൈയടിച്ചേ എല്ലാവരും. ഇനി ഒരു ഹായ് ജീസസ് എന്ന് പറയാവോ? അറിയില്ല. ഹായ് ജീസസ്. എല്ലാവർക്കും അറിയാലോ. ഒന്നിട്ട് പറ. ഹലോ ജീസസ്. നന്നായിട്ടുണ്ട്. ശാന്തമായിരിക്കുക. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേന്നറിയോ? ലോകം എത്ര സുന്ദര. കണ്ടോ? ഈ ലോകം എത്ര സുന്ദരമാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ലോകമൊക്കെ ആരെ സൃഷ്ടിച്ചതെന്നറിയോ? ഇല്ലേ. ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയില്ല. സിസ്റ്റർ പറഞ്ഞുതരാം. എന്താണെന്നറിയണോ? ഉണ്ടാക്കുക. പപ്പയോട് നമ്മൾ പറയില്ലേ, പന്തുണ്ടാക്കിത്താ പപ്പേന്ന് പറയില്ലേ? എന്ന് പറഞ്ഞ പോലെ ദൈവം ഈ ലോകത്തിലുള്ള എല്ലാം ഉണ്ടാക്കി. ഒരു കഥ പറയട്ടെ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? ഞാൻ പറയാൻ പോവാണ്. സിസ്റ്ററുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കൂട്ടുകാരിയുണ്ട്. ആരാന്നറിയോ? ഞാൻ പറയാം. അന്നമോള്. ഈ അന്നമോള് പപ്പയുടെ അടുത്ത് പറയും, പപ്പേ പപ്പേ എന്നും വീട്ടിലിരുന്ന് മടുത്തു, നമുക്കൊന്ന് പുറത്തു പോകാം പപ്പേ. കൊറോണ കൊറോണ ഡോണ്ട് സേ. ഈ പപ്പ എപ്പോഴും ഇങ്ങനെ പറയും, പപ്പേ ഒന്ന് പുറത്തു പോകാം. ഈ പെണ്ണിനെ കൊണ്ട് മടുത്തു. എടിയേ, കൊച്ചിനെ കൂട്ടി ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മ ടാറ്റ, ഞാൻ പപ്പയുടെ കൂടെ പോവുക. നമ്മുടെ അന്നമോൾ എന്ത് ചെയ്തെന്നറിയോ? പപ്പയുടെ കയ്യിൽ പിടിച്ച് ഓടിപ്പോവാ. പപ്പേ വണ്ടിക്കല്ലേ പോകുന്നേ?
അന്നമോളെ, നീ ചെന്നിട്ട് ഉണ്ണിക്കുട്ടനെ അങ്ങോട്ട് വിളിക്കുക. വേണ്ട ഉണ്ണിക്കുട്ടൻ വേണ്ട, ഞാൻ മാത്രം മതി. എൻ്റെ അന്നക്കുട്ടി, നമ്മുടെ ഉണ്ണിക്കുട്ടനും കാണട്ടെ ഈ പുറം ലോകമൊക്കെ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ. അന്നമ്മോൾ ഒച്ചത്തി വിളിച്ചു. അമ്മ പറയാ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോവാൻ. അന്നമ്മോളും ഉണ്ണിക്കുട്ടനും നല്ല ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ 2 വശത്ത് കെട്ടി നല്ല പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുത്തി ദാ വരുന്നു. പപ്പടുത്ത് എന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ എടുത്തു. അന്നമ്മോളും നമ്മുടെ ഉണ്ണിക്കുട്ടനും ചാടി കയറി ഇങ്ങനെ പോകുകയാ പുറത്തുകൂടി. പോകുമ്പോൾ ദാ കാണുന്നു, ഹായ് പപ്പേ പപ്പേ, കുറേ പൂക്കൾ. ഹായ്, അതാ അവിടെ കുറേ മരങ്ങൾ, റോസപ്പൂ, ഹായ് വെള്ളപ്പൂ, ദാ കുറേ പൂക്കൾ പപ്പേ, ഹായ് ഹായ്, എന്ത് രസം. അപ്പോൾ പപ്പ എന്ത് ചെയ്തെന്നറിയണോ? വണ്ടിയിൽ നിന്ന് ഇറങ്ങി അന്നമ്മളുടെ കൈക്ക് പിടിച്ചിട്ട് പാടുകയാണ്. പുല്ലും പൂവും പൂന്തോപ്പും സുന്ദര സസ്യലതാദികളും. എന്താ പാടിയേ? അറിയോ? പാടാൻ അറിയോ? ആഹാ, നിങ്ങൾക്ക് പാടാൻ അറിയാവോ? കൊള്ളാലോ. അന്നാ പപ്പ അന്നമ്മക്ക് പാടിക്കൊടുത്ത പാട്ട് നിങ്ങളും ചേർന്ന് പാടുവോ? പാടുന്നല്ലേ? ആരൊക്കെയാ പാടുന്നൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. 1 1 2 3 4. എല്ലാവരും പാടും. അപ്പം പാട്ടുകാരല്ലേ? എനിക്ക് എന്തായാലും എൻ്റെ കുട്ടികളെല്ലാവരും ഇഷ്ടപ്പെട്ടു. മിടുക്കരാട്ടോ, വെരി ഗുഡ്. പാടാ. പുല്ലും പൂവും പൂന്തോപ്പും സുന്ദര സസ്യലതാദികളും നിറയും മോഹനമീ ലോകം ദൈവത്തിൻ കരവിരുതല്ലോ. എന്താ പാടിയേ? പുല്ലുകൾ, പൂന്തോപ്പ് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകം മുഴുവനും എത്ര മനോഹരമാണ്. ഇതൊക്കെ ആരെ സൃഷ്ടിച്ചതെന്നറിയോ? എന്താ എന്താ പപ്പി സൃഷ്ടിച്ചതോ? എൻ്റെ അന്നമോളെ, ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. പപ്പേ, അങ്ങനെയാണെങ്കിൽ ഈ പൂക്കളും ഈ മരങ്ങളും മാത്രമേ ദൈവം സൃഷ്ടിച്ചുള്ളോ? അല്ല മോളെ, ദാ 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 അങ്ങോട്ട് നോക്കിയ, ഹായ് നല്ല പുഴ. ആ പുഴയുടെ അടുത്ത് ഒന്ന് പോകാം പപ്പേ. അന്നമോളുടെ കൈക്ക് പിടിച്ച് പപ്പ മെല്ലെ മെല്ലെ ദാ ആ പുഴയുടെ അരികിലേക്ക് ചെന്ന് നിന്നു. അന്നമോളെ, ഇതൊക്കെ ആരാ സൃഷ്ടിച്ചത്? ദൈവം. ഈശോയുടെ കൂട്ടുകാരെ, സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ പൂക്കളുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ പൂക്കളാ ഉള്ളേ? നല്ല മണമുള്ള പൂക്കളില്ലേ? ആ പൂവിൻ്റെ പേരെന്താ? ആ, അലീനക്കുട്ടി പറഞ്ഞു ശരിയാ, മുല്ലപ്പൂ. എന്തേ? റോസപ്പൂ. ആ, റോസപ്പൂവിന് നല്ല മണ. എന്താ സിസ്റ്റർ കേട്ടില്ല? ഒച്ചത്തി പറ. ഓഹോ, ഏഞ്ചൽ പറയാ ചെമ്പരത്തി പൂവിന് ഒരു മണവും ഇല്ലെന്ന്. ശരിയാ, ദൈവം സൃഷ്ടിച്ച പൂക്കൾ കുറേ പൂക്കൾക്ക് നല്ല മണമുണ്ട്, ചില പൂക്കൾക്ക് ഒരു മണവുമില്ല. പക്ഷേ വിവിധ നിറങ്ങളിലുള്ള മനോഹരമായ പൂക്കൾ, മനോഹരമായ ചെടികൾ എല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. ഇത് കണ്ടോ? കണ്ടോ എത്ര പൂക്കളാന്ന് നോക്കിക്കേ. ദാ യെല്ലോ, റെഡ്, കണ്ടോ? റോസ് കണ്ടോ? റോസ് ഫ്ലവർ, റെഡ് ഫ്ലവർ, യെല്ലോ ഫ്ലവർ. ഹായ്, നല്ല മണമുള്ള പൂക്കൾ. ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഒന്ന് കൈ ഉയർത്തിക്കേ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല പൂക്കളാ. കണ്ടോ എന്ത് ഭംഗിയാ കാണാൻ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്. അന്ന് സിസ്റ്റർ ഒരു പാട്ട് പാടട്ടെ. ആ പാട്ടൊന്ന് ഒച്ചത്തി പാടാവോ? എല്ലാവർക്കും പാടാൻ പോവുകയാണ്. പൂവുകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ? ദും തക 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 ദും തക 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 ദും തക 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 ദും. പൂവുകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ? ചൊല്ലിടാം ചൊല്ലിടാം സ്വർഗത്തിലെ ദൈവം. പറവകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ? ദും തക 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 ദും തക 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 ദും തക 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 ദും. പറവകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ? ചൊല്ലിടാം ചൊല്ലിടാം സ്വർഗത്തിലെ ദൈവം. ഉണ്ണികളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ? ദും തക 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 ദും തക 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 ദും തക 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 ദും തക ദും. ഉണ്ണികളെ ചൊല്ലാമോ
നിങ്ങളെ സൃഷ്ടിച്ചേ, ചൊല്ലിടാം ചൊല്ലിടാം സ്വർഗത്തിലെ ദൈവം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ? ഒരു കാര്യം ചെയ്യാം, സിസ്റ്റർ ഓരോ വരി പാടിക്കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് പാടണം. ചൊല്ലിയിടാം ചൊല്ലിയിടാം സ്വർഗത്തിലെ ദൈവം. അങ്ങനെ ചെയ്യുവോ? പാടാൻ പോവുകയാണ്. കൈ ഇങ്ങനെ പിടിക്കണേ. പൂവുകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ? പാട്. പൂവുകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ, ചൊല്ലിടാം ചൊല്ലിടാം സ്വർഗത്തിലെ ദൈവം. ഒരുമിച്ച്. ചൊല്ലിടാം ചൊല്ലിടാം സ്വർഗത്തിലെ ദൈവം. പറവകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ? പറവകളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ, ചൊല്ലിടാം ചൊല്ലിടാം സ്വർഗത്തിലെ ദൈവം. ഉണ്ണിക്കുട്ടന്മാർ ഇങ്ങോട്ട് വന്നേ, വാ, സിസ്റ്ററിന്റെ അടുത്തേക്ക് വാ. ഒരുമിച്ച് പാട്. ഉണ്ണികളെ ചൊല്ലാമോ ആരാ നിങ്ങളെ സൃഷ്ടിച്ചേ. എല്ലാവരും പാട്. സൂപ്പർ, എല്ലാവരും പാടിയല്ലോ. ഒന്നിട്ട് പാട്. ചൊല്ലിടാം ചൊല്ലിടാം സ്വർഗത്തിലെ ദൈവം. എല്ലാവരും ഇരിക്ക്. അന്നമോള് പപ്പയോട് പറയാ, പപ്പ ഈ പുഴയിലെ മത്സ്യങ്ങൾ എത്ര ഭംഗിയെ കാണാൻ. ദാ നമ്മൾ വരുന്ന വഴിക്കുള്ള മരങ്ങളില്ലേ, എന്ത് ഭംഗിയെ കാണാൻ. ദാ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങള്, പൂക്കള്, എന്ത് ഭംഗിയെ കാണാൻ. ഹായ്, എല്ലാം എത്ര മനോഹര അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലും കുറേ പൂക്കള് നമുക്കുണ്ടാക്കിയാലോ? അന്നമോളെ, അതല്ലേ നമുക്ക് സുന്ദരമായൊരു ഗാർഡൻ അല്ലേ? ആ പൂക്കള് അമ്മ കുഴിച്ചു വെച്ചതാ, അപ്പ നട്ടുവെച്ചതാ. അപ്പോൾ ഇതെല്ലാം ആരാണ് നമുക്ക് തന്നത്? ദൈവമാണ് തന്നത്. ഈ പ്രകൃതിയും ഈ പുഷ്പങ്ങളും ഈ നിറങ്ങളും ഈ കാഴ്ചകളും എല്ലാം കണ്ട് ദൈവത്തിന് നന്ദി പറയണം. പറയുവോ? പറയുവോ? പറയും. എല്ലാവരും പറയണം. നിങ്ങളുടെ വീട്ടിൽ എത്ര എത്ര നിറങ്ങളുള്ള പൂക്കളുണ്ട്? എന്തോ? മരിയ പറഞ്ഞ ശരിയാണല്ലോ. ഉണ്ടോ? എന്ത് പൂക്കളാ? ചെത്തിപ്പൂവാണോ? നല്ല പൂവാട്ടോ. നമ്മുടെ മാത്തിക്കുട്ടൻ പറയാണ് അവൻ്റെ വീട്ടിൽ ഒത്തിരിയേറെ മത്സ്യങ്ങളുണ്ടെന്ന്. മത്സ്യങ്ങൾ എവിടെയുള്ളേ? പുഴയിലാണോ? അല്ലേ? എവിടെയാ? ഓഹോ, അവൻ പറയാ കുപ്പിയിൽ ചെറിയ ചെറിയ മത്സ്യങ്ങളുണ്ടെന്ന്. നല്ലതായി. ഇതൊക്കെ ആരെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞേ? ആരെ സൃഷ്ടിച്ചേ? അത് തന്നെ, എല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? ലോകം എത്ര സുന്ദരം. എന്തോ? അന്നമോള് വിളിക്കുന്നുണ്ട്. നമുക്കൊന്ന് വിളിയാട്ടാലോ? എല്ലാവരും കൂടി ഒന്ന് വിളിയേക്കോ? എന്തോന്ന് വിളിയാക്കണം. അന്നമോള് ദാ വിളിക്കുന്നു. വിളിയേക്ക്. എന്തോ? അന്നമോള് പറയാണ് നാളെയും പോണെന്ന്. അന്നമോളെ, ഇതാ സന്ധ്യാകാറായി, വീട്ടിൽ പോകണ്ടേന്ന് ചോദിച്ചോണ്ട് അപ്പ ഒരു വശത്ത്. അപ്പോഴെന്നിട്ട് പറഞ്ഞു, അന്ന, ഉണ്ണിക്കുട്ട വന്നേ വന്നേ, ഇതാ സന്ധ്യാകാറായി, നമുക്ക് വീട്ടിൽ പോകണ്ടേ? പ്ലീസ് പപ്പ, കുറച്ച് നേരം കൂടി മത്സ്യങ്ങൾ ഇന്ന് കാണാം. വേഗം വാ. പപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗം തന്നെ വണ്ടിയിൽ കയറി അവർ സ്പീഡിന് വീട്ടിലേക്ക് പോയി. സന്ധ്യയായപ്പോൾ പപ്പായും അന്നമോളും ഉണ്ണിക്കുട്ടനും എല്ലാവരും വീട്ടിലെത്തി കുരിശ് വരച്ചു. എങ്ങനെ കുരിശ് വരയ്ക്കുന്നേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഒന്ന് വരച്ചേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകളൊന്നും കുട്ടിപ്പിടിച്ച് വന്ന് നിന്നേ. നിൽക്കേ. സിസ്റ്റർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉച്ചത്തി ചൊല്ലണം. ചൊല്ലുവോ? ചൊല്ലണം. ദൈവമേ, അങ്ങ് രൂപം കൊടുത്തതെല്ലാം എത്ര മനോഹരം. ഉച്ചത്തി പറ. ദൈവമേ, അങ്ങ് രൂപം കൊടുത്തതെല്ലാം എത്ര മനോഹരം. ഈ പ്രാർത്ഥന പഠിക്കുവോ? ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടക്കണം. അടുത്ത ഞായറാഴ്ച വരൂ എല്ലാവരും. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട്,
പൂക്കളുണ്ടോ, മരങ്ങളുണ്ടോ, ചെടികളുണ്ടോ, മത്സ്യങ്ങളുണ്ടോ, ഈ എന്തൊക്കെയാ ഉള്ളതെന്ന് അപ്പയോട് ചോദിച്ചിട്ട് അടുത്ത ഞായറാഴ്ച സിസ്റ്ററിനോട് പറയുമോ? പറയുമോ? പറയണം. ഞാൻ വരുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ ദൈവം സൃഷ്ടിച്ചത് ഉള്ളത് എന്ന്. ഇല്ലായ്മയിൽ നിന്നും ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും പേര് സിസ്റ്ററിനോട് പറയുമോ? പറയും. എങ്കിൽ നമുക്കിന്ന് ക്ലാസ് നിർത്താം. മടുത്തോ? എന്നാ ഒരു ടാറ്റ എന്നിട്ട് പോക്കേ. എഴുന്നിട്ട് പോയതെന്നില്ലേ? ടാറ്റാ. ഹായ്. നന്നിട്ട് കൈവീശ്. ഹായ്. ചിരിച്ചുകൊണ്ട് ഹായ്. ഓക്കെ, ബൈ.